തേങ്ങലടക്കി പിടിച്ച് ഈ നാട് അർജുന് വിട നൽകുകയാണ്. അന്ത്യകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിത ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ചിതയിലെ വെളിച്ചം മനുഷ്യ സ്നേഹത്തിൻ്റെ വെളിച്ചമായി നമ്മുടെ എല്ലാ മനസ്സുകളിൽ ഉണ്ടാവണം എല്ലാ കാലവും. അർജുൻ എന്ന മകന് കേട്ടുപരിചയം മാത്രമുള്ള അനേകായിരം ആളുകൾ അർജുനെ കാണാൻ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അർജുൻ ഒരു സഹോദരനായതുകൊണ്ടാണ്. ഈ യാത്രയുടെ അന്ത്യം ഈ കുഞ്ഞു നിലവിളിക്ക് വാക്കുമുറിയാതെ ഒരാൾക്കും ഒരു മറുപടിയും നൽകാനാവില്ല. എങ്ങനെ കാണാനാകുന്നു ഇത്? എങ്ങനെ മനുഷ്യർ സഹിക്കും ഇത്? ആ കുഞ്ഞിൻ്റെ നിലവിളി എല്ലാ കാലത്തും നമ്മുടെയൊക്കെ കാതുകളിൽ മുഴങ്ങും. ചിതയിലേക്ക് അഗ്നി പകരുകയാണ്. അർജുൻ ഇനി ഓർമ്മയാണ്. നെഞ്ചു പൊട്ടിപ്പോകുന്ന കാഴ്ചകളാണ്. ആ കുഞ്ഞു മകന് അച്ഛൻ ഇനി ഓർമ്മ മാത്രമാണ്. ഗംഗാവലിപ്പുഴ ആ കുഞ്ഞു കളിപ്പാട്ടം മാത്രമേ അവന് തിരികെ കൊടുത്തിട്ടുള്ളൂ. എന്നെന്നും ഓർമ്മകളിൽ ജ്വലിക്കും അർജുൻ. അർജുൻ്റെ ചിതയിൽ അഗ്നി പകരുകയാണ്. അർജുൻ ഇനി ഓർമ്മകളിലെ നിത്യ സാന്നിധ്യമാകും. ഈ ഹൃദയഭാരം ഉടനെയൊന്നും മാറില്ല നമുക്ക്. അർജുൻ്റെ മടക്കം നമ്മളെ എല്ലാവരെയും കരയിപ്പിച്ചാണ്. കേരളത്തെ മുഴുവൻ കണ്ണീരണിയിച്ച് അർജുൻ യാത്രയാവുകയാണ്. നെഞ്ചു പൊട്ടിയാണ് കേരളം ഈ അന്ത്യയാത്ര കണ്ടുകൊണ്ട് നിൽക്കുന്നത്. എങ്ങനെ സഹിക്കാൻ കഴിയും? അങ്ങനെ സഹിക്കാവുന്ന ഒന്നല്ല ഇത്. അർജുൻ മടങ്ങുമ്പോൾ ബാക്കി വയ്ക്കുന്നത് എന്തൊക്കെയാണ്? സഹോദരൻ അഭിജിത്ത് ജ്യേഷ്ഠൻ്റെ ചിതയ്ക്ക് അഗ്നി പകർന്നിരിക്കുന്നു. അർജുൻ ഇനി നമ്മുടെ എല്ലാം ഹൃദയത്തിലെ നോവാണ്, നമ്മുടെ എല്ലാം നൊമ്പരമാണ്. ആ കുഞ്ഞു നിലവിളിയിൽ തകർന്നു നിൽക്കുകയാണ് കേരളം. ഒരുപാട് കാലം ചെവിയിൽ മുഴങ്ങും ആ കുഞ്ഞിൻ്റെ നിലവിളി. ഇതുപോലെ ഒരു ദുഃഖം ചിത കത്തിത്തുടങ്ങിയിരിക്കുന്നു. മനാഫ് മടങ്ങുകയാണ്. സ്നേഹം ബാക്കിയാണ്.
ഒരിക്കലും മറക്കില്ല എന്ന് കേരളം പറയുന്നുണ്ട്. കണ്ണീരണിഞ്ഞ് നെഞ്ച് തകർന്ന് മടങ്ങുന്നു ഓരോരുത്തരായി. സഹോദരൻ അഭിജിത്താണ് ജ്യേഷ്ഠൻ്റെ ചിതയ്ക്ക് അഗ്നി പകർന്നത്. ഇനി ഈ ചിത സ്നേഹത്തിൻ്റെ വെളിച്ചമായി നമ്മുടെ മനസ്സിലുണ്ടാവും. അർജുൻ മടങ്ങിയിരിക്കുന്നു. അർജുൻ നമ്മുടെ എല്ലാം ഓർമ്മകളിലെ ജ്വലിക്കുന്ന താരമായി മാറിയിരിക്കുന്നു. അഗ്നിനാളങ്ങൾ അർജുനെ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇനി ഓർമ്മകളിൽ ഈ ചിത നിന്നു കത്തുക തന്നെ ചെയ്യും. ചിതയിലെ വെളിച്ചമായി അർജുനുണ്ടാകും. അർജുന് കേരളം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിട നൽകി കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട കൂടപ്പിറപ്പേ, സഹോദര, നീ ഞങ്ങളുടെ ഓർമ്മകളിൽ എല്ലാ കാലവും ഉണ്ടാകും എന്ന് ഒരു നാടാകെ പറയുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് രാവിലെ മുതൽ. ഓരോരുത്തരായി മടങ്ങുകയാണ്. ഈശ്വർ മാൽപ്പയും അനാഫുമെല്ലാം ഈ ചിതയെ സാക്ഷിയാക്കി മടങ്ങുകയാണ്. അർജുൻ ഇനി ഓർമ്മ മാത്രമാണ്. അഗ്നിനാളങ്ങൾ അർജുനെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഹൃദയത്തിൽ എന്നെന്നും ഉണ്ടാകും ഈ ചിതയിലെ വെളിച്ചം. അർജുൻ മനുഷ്യ സ്നേഹത്തിൻ്റെ മഹാജാലിക തീർത്താണ് മടങ്ങുന്നത്. എല്ലാവർക്കും സഹോദരനായി മാറി ചുരുങ്ങിയ നാളുകൊണ്ട് ഇനി ഓർമ്മകളിൽ എന്നും എന്നും എന്നെന്നും അനശ്വരനാണ്. ആൾക്കൂട്ടം പിരിയും, ദുഃഖം അവിടെ ബാക്കി നിൽക്കും. ആ കുഞ്ഞിൻ്റെ നിലവിളി എത്രയോ കാലം നമ്മുടെയൊക്കെ ചെവികളിൽ അലയടിക്കും. അവന് ഇനി പപ്പയില്ല. പപ്പ നൽകിയിട്ടുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ, ആ കളിപ്പാട്ടം മാത്രമേ. അർജുൻ കേരളത്തിൻ്റെ നനവാണ്, നോവാണ്, നൊമ്പരമാണ്. അർജുനെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. തീരാനോവായി എന്നെന്നും അർജുൻ നമുക്ക് നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകും. ഇനി ഓർമ്മയായി മാത്രമാണ് അർജുൻ അവശേഷിക്കുക. അർജുൻ സ്വന്തം പ്രയത്നം കൊണ്ട്, സ്വന്തം വിയർപ്പ് കൊണ്ട് പടുത്തുയർത്ത വീടിൻ്റെ തൊട്ടരികിലായി, വീടിൻ്റെ ചാരെ പ്രിയപ്പെട്ടവരെയെല്ലാം കരയിച്ച് അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കും. ഇതുപോലൊരു ഹൃദയഭാരം, ഈ കണ്ണീര്, എങ്ങനെയാണ് ഈ നാടിത് സഹിക്കുന്നത്? എങ്ങനെയാണിത് ഉൾക്കൊള്ളുന്നത്? മരണം എന്ന അനിവാര്യതയെക്കുറിച്ചുള്ള തിരിച്ചറിവ് അർജുൻ ഇല്ലാതായ അർജുൻ അപകടത്തിൽപ്പെട്ട ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ സങ്കടം കടലായി മാറുകയാണ്. സങ്കടങ്ങളുടെ കടൽ സങ്കടലായി മാറും. സഹോദരൻ അഭിജിത്താണ് ചിതയ്ക്ക് തീ പകർന്നത്. ജ്യേഷ്ഠനെ കാത്ത്, ജ്യേഷ്ഠനെ തേടി അഭിജിത്ത് ഷിരൂരിലുണ്ടായിരുന്നു. ചേതനയേറ്റ ജ്യേഷ്ഠൻ്റെ സഹോദരവുമായാണ്, സശരീരവുമായാണ് മടങ്ങി വന്നത്. ഒടുവിൽ അർജുൻ ഇതാ നിത്യനിദ്രയിൽ. കണ്ണാടിക്കലിലെ വീട്ടിൽ അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അനേകായിരം മനുഷ്യർ കണ്ണ് നനഞ്ഞ് കാത്തുനിന്നിരുന്നു പാതയോരങ്ങളിലെല്ലാം. സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലാണ്.
ചിത എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിട നൽകുകയാണ് കേരളം. നെഞ്ചു പൊട്ടി പ്രിയപ്പെട്ട അർജുന് വിട നൽകുകയാണ് കേരളം. കണ്ണ് നനഞ്ഞ് പ്രിയപ്പെട്ട അർജുന് വിട നൽകുകയാണ് കേരളം. ഒരു സാധാരണ മനുഷ്യന് ഇതുപോലെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച ഒരു യാത്രയയപ്പ് ഉണ്ടായിട്ടുണ്ടാകില്ല മുൻപ്. എത്രമാത്രം അർജുനെ കേരളം സ്നേഹിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ ദൃശ്യങ്ങൾ. എത്രമാത്രം അർജുന് വേണ്ടി കേരളം പ്രതീക്ഷിച്ചു എന്നതിൻ്റെ നിദർശനമാണ് ഈ ദൃശ്യങ്ങൾ. അർജുൻ മടങ്ങുകയാണ്. അർജുൻ നിത്യതയിലേക്ക് മടങ്ങുകയാണ്. മരണം എന്ന അനിവാര്യതയ്ക്ക് മുമ്പിൽ, ആ സത്യത്തിന് മുൻപിൽ തലകുനിച്ചു നിൽക്കുന്നു നമ്മളെല്ലാവരും. അർജുൻ മടങ്ങിയിരിക്കുന്നു. അർജുൻ ഇനി തീരാത്ത നോവാണ്. അർജുൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മയുമാണ്. അർജുനു വേണ്ടി കാത്തിരുന്ന കാത്തിരിപ്പ്, അർജുനെ ചേർത്തുപിടിച്ച മനുഷ്യസ്നേഹം, ഇതെല്ലാം കേരളമുള്ളിടത്തോളം കാലം ഓർക്കപ്പെടും എന്നുള്ളതും നിസ്സംശയമാണ്. വിങ്ങുന്ന ഓർമ്മയായി, ജ്വലിക്കുന്ന കനലായി അർജുൻ നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ഇനി ജീവിക്കും. അനശ്വരനാകുന്നു അർജുൻ എന്ന് പറയാം. സംസ്കാര ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോഴും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിതയെരിയുകയാണ്. അർജുൻ്റെ ചിതയെരിയുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ നോവും എരിയുന്നുണ്ട്. നോവിക്കുന്ന ഒരോർമ്മയായി, നൊമ്പരമായി അർജുൻ അവശേഷിക്കുകയാണ്. കാതിൽ നിന്ന് പോവാതെ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ അർജുൻ്റെ ഓർമ്മകളിൽ കേരളം വിതുമ്പുന്നു. അർജുൻ്റെ ഓർമ്മകളെ ചേർത്ത് പിടിക്കുന്നു കേരളം. അർജുൻ ഇനിയില്ല. യാത്രാമൊഴി നൽകുകയാണ്. യാത്രാമൊഴി നൽകുകയാണ് കേരളം. സഹോദര, കൂടപ്പിറപ്പേ, നിന്നെ ഞങ്ങൾ ഇത്ര സ്നേഹിച്ചിരുന്നു എന്നീ ജനസഞ്ചയമാകെ വിളിച്ചു പറയുകയാണ്. അർജുൻ ഇനി കണ്ണീരോർമ്മയാണ്. അർജുനെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഒരു ജനസഞ്ചയത്തെ, ജനസാഗരത്തെ, മുഴുവൻ സ്നേഹത്തെയും സാക്ഷി നിർത്തി അർജുൻ മടങ്ങിയിരിക്കുന്നു. അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ മന്ത്രിമാർ, നേതാക്കൾ, ഉദ്യോഗസ്ഥർ, അങ്ങനെ ഒരുപാട് പേരെത്തി. അറിഞ്ഞും കേട്ടും ഒരുപാട് സാധാരണ ജനങ്ങൾ, അർജുനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകൾ, പ്രിയപ്പെട്ട മകനെന്ന് കരുതി, പ്രിയപ്പെട്ട സഹോദരനെന്ന് കരുതി, കൂടപ്പിറപ്പെന്ന് കരുതി ഒരുപാട് പേർ കണ്ണ് നനഞ്ഞ വഴിയോരങ്ങളിലെല്ലാം കാത്തിരുന്നിരുന്നു. അവർ കണ്ണാടിക്കലിലെ ഈ വീട്ടിലേക്കും എത്തി. നെഞ്ച് തകർന്ന് കേരളം അർജുനെ യാത്ര അയച്ചിരിക്കുകയാണ്. ഈ നോവ് എന്നെന്നും അവശേഷിക്കും. നെഞ്ച് തകർന്ന് കണ്ണ് നിറഞ്ഞ് പ്രിയപ്പെട്ട മകനെ കേരളം യാത്രയാക്കിയിരിക്കുന്നു. കേരളത്തിൻ്റെ മകനാണ് അർജുൻ. അന്ത്യയാത്രയും നമ്മളെ കരയിച്ചുകൊണ്ടായി. പ്രിയപ്പെട്ട അർജുന് കേരളം വിട നൽകിയിരിക്കുന്നു. വാക്കുകൾ അപ്രസക്തമായി പോകുന്ന, വാക്കുകൾ മുറിഞ്ഞു പോകുന്ന ചില നിമിഷങ്ങളുണ്ടാകും. അങ്ങനെയൊന്നാണ് ഇപ്പോൾ. അർജുൻ പടുത്തുയർത്തിയ ആ വീടിന് ചാരത്തന്നെ തൊട്ടടുത്തായി അർജുൻ്റെ ചിത അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ KV വിവരങ്ങളുമായി. രാഹുൽ, ഒരു നാടിൻ്റെ സ്നേഹവായ്പ മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ടാണ്
മടങ്ങുന്നത് അർജുൻ. നെഞ്ചോട് ചേർത്ത് വെച്ച് കേരളം അർജുനെ യാത്രയാക്കി. എന്താണ് രാഹുൽ അവിടെ നിന്ന് അനുഭവിച്ചത്? അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അർജുനെ. നമ്മുടെ പ്രിയപ്പെട്ട ആരോ ഒരാൾ കടന്നുപോയ, നമ്മുടെ പ്രിയപ്പെട്ട ആരോ ഒരാളുടെ അന്ത്യയാത്രയുടെ ഒരു വികാര വായ്പാണ് മലയാളികൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന മനുഷ്യർ ഇനിയില്ല എന്ന തിരിച്ചറിവിലേക്ക് ഉണർന്നെഴുന്നേറ്റു. ഇപ്പോൾ വിട നൽകുകയാണ് കേരളം. തങ്ങൾ ഉറ്റ ഒരാളെ, ഏറ്റവും പ്രിയപ്പെട്ടവനെ, കേരളം ഏറ്റവും പ്രിയപ്പെട്ടവനെ യാത്രയയക്കുന്നു. നെഞ്ചു പൊട്ടി കണ്ണ് നിറഞ്ഞ് മടങ്ങിയിരിക്കുന്നു അർജുൻ. ഇനി ഒരു യാത്രയില്ല, ഇനിയൊരു യാത്രയില്ല. അർജുൻ നിത്യനിദ്രയിലേക്ക്.